രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളില്ല, മിത്രങ്ങളുമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അടിവരയിടുന്ന കാഴ്ചകളാണ് ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നെത്തുന്ന ഈ കത്ത് തെളിയിക്കുന്നത്. കഥയിലെ നായകൻ തെലങ്കാനയുടെ ടൈഗർ രേവന്ത് റെഡ്ഡി, വില്ലൻ സ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കം. പക്ഷേ ട്വിസ്റ്റ് അതല്ല. മുൻപ് കേരളത്തിന്റെ മണ്ണിൽ വന്ന് നീ പോ മോനി വിജയ എന്ന് വെല്ലുവിളിച്ച അതേ രേവന്ത് റെഡ്ഡി ഇന്ന് പിണറായി ഖാരു എന്ന് വിളിച്ച് മുഖ്യമന്ത്രിയെ ചേർത്തു പിടിക്കുകയാണ്. പഴയ ഡാഷ്മോനെ പ്രയോഗങ്ങൾ അറേബ്യൻ കടലിൽ ഒഴുക്കി ദക്ഷിണേന്ത്യയുടെ കാവലാളാകാൻ കൈകോർക്കാമെന്ന സ്നേഹ സന്ദേശം. എന്താണ് ഈ പെട്ടെന്നുള്ള കൂടുമാറ്റത്തിനു പിന്നിൽ? വെറും സ്നേഹമാണോ, അതോ ഡൽഹിയിലെ കസേരകൾ കുറഞ്ഞു പോകുമെന്ന പേടിയോ? അതെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ആ പോർവിളികൾ. പാലക്കാട്ടെ ചൂടിൽ രേവന്ത് റെഡ്ഡി ആഞ്ഞടിച്ചപ്പോൾ തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചത് മലയാളികൾ മറന്നിട്ടില്ല. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഡൽഹിയിലെ സീറ്റുകൾ കൂടാൻ പോകുന്നു. പക്ഷേ ഗുണം വടക്കേ ഇന്ത്യക്കാണെന്ന തിരിച്ചറിവ് ദക്ഷിണേന്ത്യൻ സിംഹങ്ങളെ ഒരു ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ശബ്ദം ദില്ലിയിൽ മുഴങ്ങണം എന്നാണ് രേവന്തിന്റെ വരികൾക്കിടയിലെ വായന. തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൻ അണ്ണൻ കൈ കൊടുത്തു കഴിഞ്ഞു. ഇനി കണ്ണ് തിരുവനന്തപുരത്തേക്കാണ്. ഗാരു എന്ന വിളിയിൽ വീഴുമോ, അതോ കടക്കുപുറത്ത് എന്ന് പറയുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അതെ, തീർച്ചയായും രാഷ്ട്രീയ ചതുരംഗ പാളയത്തിൽ കരുക്കൾ നീങ്ങുകയാണ്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിലേക്കാണ്. നീ പോ മോനെ വിജയ എന്ന് അന്ന് ഗർജിച്ച രേവന്ത് റെഡ്ഡി ഇന്ന് പിണറായി ഖാരു എന്ന് വിളിച്ച് പടിക്കൽ വന്നു നിൽക്കുമ്പോൾ സഖാവ് എന്ത് നിലപാടെടുക്കും? ഒന്നുകിൽ പഴയ കണക്കുകൾ തീർക്കാൻ കടക്കുപുറത്ത് എന്ന പഴയ ഡയലോഗ് രേവന്തിന് നേരെയും മുഖ്യമന്ത്രി പ്രയോഗിക്കാം. അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടെ അതിജീവനം എന്ന വലിയ ലക്ഷ്യത്തിനായി ആന്ധ്രയിലെയും തെലങ്കാനയിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർക്കൊപ്പം കൈകോർത്ത് പിണറായി വിജയൻ ദില്ലിയിലേക്ക് വിരൽ ചൂണ്ടാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രം എറിയുന്ന 850 സീറ്റ് എന്ന ചൂണ്ടയിൽ ദക്ഷിണേന്ത്യൻ മീനുകൾ കൊത്തുമോ, അതോ ആ ചൂണ്ട തന്നെ ഒടിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. കേന്ദ്രം പറയുന്നത് സമവായം എന്നാണ്, പക്ഷേ കേരളവും തമിഴ്നാടും പറയുന്നത് അവകാശം എന്നാണ്. രേവന്ത് റെഡ്ഡിയുടെ കത്ത് പിണറായി വിജയന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അതിന് മറുപടി വരുന്നത് ഒരു പുഞ്ചിരിയിലാണോ, അതോ വരികൾക്കിടയിലെ കനലിലാണോ എന്ന് കാത്തിരിക്കാം. തെക്കേ ഇന്ത്യയുടെ ഈ ബിഗ് ഫൈറ്റ് എങ്ങോട്ട് തിരിയുമെന്ന്.